ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്ന സെറ്റാണെന്ന് എനിക്കറിയാം. നല്ല ചിക്കൻ കറി വർക്കിൻ്റെ മസിലിൻ്റെ സെറ്റാണ്. ടോപ്പ് ബോട്ടത്തിൻ്റെ സെറ്റുകളാണ് കാണിക്കുന്നത്. കുറച്ച് പീസുകൾ നമ്മളുടെ കയ്യിലുണ്ട്. 2-3 കളേഴ്സിൽ 2-3 സൈസസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരെണ്ണത്തിൽ തന്നെ പ്ലീസ് ഒരു ഒറ്റ എണ്ണം വേണമെന്ന് വാശി പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ ഒരേ സൈസിൽ വരുമ്പോൾ നിങ്ങൾ പല കളേഴ്സ് ഓപ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എല്ലാം നല്ല കളേഴ്സാണ്. 2-3 കളേഴ്സേ നമ്മളുടെ കയ്യിലുള്ളൂ. ഞാൻ ഓരോന്നായിട്ട് കളക്ഷൻസ് കാണിച്ചു തരാം. ബോട്ടം സെറ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഇതാണ് കണ്ടോ. മസിലിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതാ ഇത്രയേ ഉള്ളൂ, നമുക്ക് പിടിക്കാൻ പോലും ഇല്ല. ഇതാണ് മസിലിൻ. ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല, അത്രയും സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോഴേ അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് മസിലിൻ. സിൽക്കാണ് കേട്ടോ, പ്യുവർ സിൽക്കിൽ വരുന്നതാണ്. ഇതാണ് നമ്മൾക്ക് ഇതിനകത്ത് ഈ കളറിൽ നമുക്ക് ഇത് ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സൈസ് നമ്മളുടെ കയ്യിൽ 40 ആണ് കേട്ടോ. 40യുടെ ഒരൊറ്റ പീസേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് 40-കാർക്കും 38-കാർക്കും പറ്റും. ഈ കളർ വേറെ നമ്മളുടെ കയ്യിലില്ല. പ്യുവർ മസിലിൻ്റെ സെറ്റാണ്. ഇതാ വർക്ക് കണ്ടോളൂ. വർക്ക് എല്ലാത്തിൻ്റെ ഒരുപോലെയാണ്. ഒരെണ്ണം ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. എന്താ, ഇതാണ് മേളിലെ വർക്ക് കണ്ടോ. പിന്നെ സൈഡിൽ കൂടെ വരുന്ന വർക്ക് കണ്ടോ. ഈ മുകളിലെ വലിയ വർക്ക് കണ്ട് സൈഡിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ വർക്ക് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ? 2 സൈഡിലും ആ വർക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒട്ടി പോരും നമ്മുടെ ദേഹത്തേക്ക്. ഇത്രയും സോഫ്റ്റാണ് കേട്ടോ. അതാ എന്നിട്ട് താഴത്തേക്ക് ആ ഒരു സൈഡിൽ കൂടെ വന്ന വർക്ക് ഫുള്ള് വലിയ വർക്കുകളാണ്. അതിങ്ങനെ താഴത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും കേട്ടോ. ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. ഏറ്റവും താഴെ വരെ നമുക്ക് ആ സ്പ്രെഡ് ചെയ്ത വർക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ലിറ്റിൽ ഹെവി വർക്കാണ് കിട്ടുന്നത് കണ്ടോ. ഇതാണ് സ്ലിറ്റിൽ വരുന്ന വർക്ക്. നല്ല ഹെവി ആയിട്ടാണ് സ്ലിറ്റിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. മോളിൽ ഇവിടെ മുതൽ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മോളിൽ മുതലേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ലിറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്ക് അതിൻ്റെ കുറച്ചും കൂടെ മോളിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടം വരെ കണ്ടോ. ഏറ്റവും താഴെ വരെ നല്ല ഹെവി വർക്കാണ് സ്ലിറ്റിൽ 2 സൈഡിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വർക്ക് ഇതാണ്. പിന്നെ നമ്മളുടെ ആംപിറ്റിൽ ഇതിന് വർക്ക് വരുന്നുണ്ട് കണ്ടോ. ആംപിറ്റിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്ലീവ് എൻഡിലും ആ ഹെവി വർക്ക് സ്ലിറ്റിൽ വന്നില്ലേ, അതേ വർക്കാണ് സ്ലീവ് എൻഡിലും കിട്ടുന്നത് കണ്ടോ. ഇനി ബാക്ക് സൈഡിൽ ഒരു സിംഗിൾ വർക്ക് കിട്ടും. ഇത്രയും വർക്കാണ് ഈ കുർത്തിയിൽ വരുന്നത്. ഇതാണ് കുർത്തി. ഇതിൻ്റെ നീളം നോക്കിക്കോളൂ. 46 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നീളം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 40 സൈസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബോട്ടം ഇവർ വെച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ ഉരുട്ടിയതായി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവർ വെച്ചിരിക്കുന്നത് തന്നെ. നമ്മളത് നിവർത്തിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. നല്ല വീതിക്ക് പലാസോ ടൈപ്പ് ബോട്ടമാണ് കണ്ടോ. നല്ല ചുളുക്കൊക്കെ ഇട്ടിട്ടാണ്. നല്ല കണ്ടോ, ചെറിയ ചുളുക്കുകൾ എന്താണ് പ്ലീറ്റ്സ്, ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് നല്ല വീതിക്ക് കണ്ടോ. 40യുടെ തന്നെ എത്ര വീതി ഉണ്ടെന്ന് നോക്കിക്കോളൂ കണ്ടോ. ഇതുപോലെ നല്ല പലാസോ സെറ്റാണ്. ഇവിടെ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാം. സെയിം എല്ലാം കൊടുത്തിരിക്കുന്നത് സെയിം മസ്ലിൻ സിൽക്കിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് നമുക്ക് വർക്ക് കിട്ടുന്നത്. ഇതാണ് വർക്ക് കണ്ടോ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഫുള്ള് വർക്ക് വരും. അങ്ങനെ വർക്ക് വന്നിട്ട് താഴെ ആ താഴത്തെ ആ സ്ലിറ്റിൽ വന്ന വലിയ വർക്കില്ലേ, അതും കിട്ടും. ഇനി ഫാൻ ഒരു മിനിറ്റ് ഓഫ് ചെയ്യട്ടെ. ഇതേ ഫാൻ ഓഫ് ചെയ്തിട്ട് കാണിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ പറന്ന് പോകുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതാണ് കണ്ടോ. അതെങ്ങനെയാണ് വരും വർക്ക്. താഴെ ഒരു ബോർഡർ വർക്കും കിട്ടും. പെലാസോ ടൈപ്പാണ് പാൻറ്റ് കേട്ടോ. 2 സൈഡിലും ലെഗ്സിൻ്റെ ഒരു സൈഡിലല്ല 2 സൈഡിലും നമുക്ക് വർക്ക് കിട്ടും. പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നല്ല പെലാസോ ടൈപ്പ് നീളവും ഇത്രയും കിട്ടും. ഇതിപ്പോൾ നല്ല പാവാട പോലെ തന്നെ കിടന്നോളൂ കേട്ടോ. നല്ല ലൂസിൽ കിടന്നോളും. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പ് ബോട്ടത്തിൻ്റെ സെറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1490 കേട്ടോ. 1490 പ്യുവർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ.
ഇനി അതിൻ്റെ ഒരു കളർ ഉള്ളത് ഇതാ പിസ്ത ഗ്രീനിൻ്റെ ഡാർക്കാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു ഇരുണ്ട കളറായിട്ട് നമുക്ക് അതിൽ വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താ ഇതാണ് കളർ. ഈ കളർ ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫുള്ള് നിവർത്തുന്നില്ല, ജസ്റ്റ് ആ വർക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇതിനകത്ത് കാണുന്നതിലും കുറച്ചും കൂടി ഒരു തെളിഞ്ഞ ഗ്രീനാണ്, അത്രയും ഡാർക്ക് അല്ല കേട്ടോ. അല്പം കൂടി തെളിഞ്ഞിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീനിൻ്റെ തെളിഞ്ഞ ഒരു കളറാണ്. അതിനകത്ത് കുറച്ച് ഡാർക്കായിട്ട് ഡിമ്മായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയുള്ള അടിപൊളി ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒന്നാം തരം ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ ഞാൻ തിരിച്ചു പിടിച്ചാലും കിട്ടുന്നില്ല. അതിൻ്റെ കളറിൻ്റെ ആ ഒരു ഷെയ്ഡ് അല്പം വ്യത്യാസം വരുന്നുണ്ട്. ഈ കളർ അതിൽ കാണുന്നതിലും ഫാർ ബെറ്റർ കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. വർക്ക് ഇതാ ഇതുപോലെ തന്നെ വരും കേട്ടോ. ഇതാണ് വർക്ക്. ഇതിനകത്ത് ഒരു മിനുക്കം വരും ഇതിൻ്റെ വർക്കിനൊക്കെ. കാരണം ഇതൊക്കെ അത്രയും നല്ല മെറ്റീരിയലും കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ പ്രീമിയത്തിൽ വരുന്ന സെറ്റുകളായതുകൊണ്ട്. കുർത്തി ഇതാണ് വരുന്നത്. കളർ നിങ്ങൾ ഓർത്തോണം, കുറച്ചും കൂടെ നല്ല തെളിഞ്ഞ കളറാണ് കേട്ടോ. സൈഡിൽ നിന്ന് മുതൽ ആ സ്പ്രെഡ് ചെയ്ത വർക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ കൂടുതൽ നിവർത്തി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. സെയിം വർക്കുകളാണ് ഏറ്റവും താഴെ വരെ പോകുന്നത്. സ്ലിറ്റിൽ വരുന്ന വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ നടുക്കുള്ള വർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല വലിയ വലിയ വർക്കുകളാണ് കണ്ടോ. അല്ലാണ്ട് കുഞ്ഞു വർക്കല്ല, വലിയ വലിയ വർക്കാണ്. ഇതൊക്കെ കുറച്ച് ക്വാളിറ്റിയിൽ വരുന്നതായതുകൊണ്ടാണ്. സിൽക്കാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. ഇതിനിപ്പോൾ സിൽക്ക് ആയതുകൊണ്ട് ഇനി സീത്രൂ ആണോ എന്ന് വിചാരിക്കേണ്ടതാ. ഞാനിതിപ്പോൾ സിംഗിൾ ലെയറിലാണ് പിടിച്ചിരിക്കുന്നത് കണ്ടോ. താഴെ ഭാഗം ഇതാണ്, ഞാൻ കണ്ടോ സിംഗിൾ ലെയറിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കല്ല? ഒന്നും കാണാൻ പറ്റില്ല. ഇതിനെ ലൈനിങ് ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ. ഇതുപോലെ വരും. കയ്യിലുള്ള വർക്കും സ്ലീവിലെ വർക്കും ആംബിറ്റിലെ വർക്കും എല്ലാം സെയിം ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് സിംഗിൾ വർക്ക് കിട്ടും. ഇത് കുറച്ചൊരു ഡാർക്കായി പോകുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. കുറച്ചും കൂടെ നല്ല തെളിഞ്ഞ കളറാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ നിൽക്കുമ്പോൾ. ചില ആംഗിളിൽ അല്പം കിട്ടും അത്. ഇതാണ് പാൻറ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ 42, 44 ആണ് സൈസ് ഉള്ളത് കേട്ടോ. സെയിം പലാസോ ടൈപ്പ്, സെയിം പാൻറ്റാണ്, സെയിം വർക്കാണ്. ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല. 42, 44 രണ്ട് സൈസാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. റേറ്റ് എല്ലാത്തിനും 1490, 1490, 42 ആൻഡ് 44. ഇത് കളർ ഞാൻ കാണിക്കാം. ടൊമാറ്റോ റെഡാണ് കളർ കേട്ടോ. ടൊമാറ്റോ റെഡ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഷെയ്ഡ്. ഇതാ അടിപൊളി ഷെയ്ഡ് കേട്ടോ. അത്രയും നല്ല ഷെയ്ഡ്. ടൊമാറ്റോ റെഡാണ് കളർ. ഇതിലിപ്പോൾ ഏത് കളറെന്ന് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ആ ഗ്രീൻ ആണെങ്കിൽ പറയണ്ട, അത്രയും നല്ല കളറാണ്. അടുത്തത് ഇതാ ടൊമാറ്റോ. ഒന്നൊന്നര കളറാണ് കേട്ടോ. നമുക്ക് റെയറായിട്ട് കിട്ടുന്ന കളേഴ്സാണ് ഇതൊക്കെ. ഇതാ ഞാൻ നിവർത്തുന്നില്ല കേട്ടോ. സെയിം ആയതുകൊണ്ടാണ് നിവർത്താത്തത്. സെയിം വർക്ക്, സെയിം സംഭവം എല്ലാം സെയിം ആണ് കണ്ടോ. താഴേക്ക് വരുന്ന സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കുകൾ, ബോട്ടത്തിൽ വരുന്ന വർക്ക് എല്ലാം ഒരുപോലെ ആയതുകൊണ്ടാണ് നമ്മൾ നിവർത്താത്തത്. 42, 44 ആണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ കളറിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ആദ്യം കാണിച്ചതിനും പറയേണ്ട കാര്യമില്ല. ചോദിക്കും നിങ്ങൾ ഇനി ഇതിൻ്റെയാണോ പറയേണ്ടത്? ഇത് അതിലും നല്ല കളറാണ്. അടിപൊളി ലാവെൻഡർ ഷെയ്ഡ്. 1490 എല്ലാത്തിനും 1490 റേറ്റ്. 42, 44 ഈ രണ്ട് സൈസാണ് ഉള്ളത് കേട്ടോ. 42, 44. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ 46കാർക്ക് വേണ്ടതെന്ന്. കിട്ടിയില്ല. 46 ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നെക്സ്റ്റ് ടൈം കൊണ്ടുവന്ന് തരാം. വേണ്ടവർ ഇതിൻ്റെ 46 വേണമെന്ന് കമൻറ്റ് ചെയ്താലേ ഞാൻ കൊണ്ടുവരുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഒരു പീസ് ഇരുന്ന് പോയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്നും പോവാതെ ഇരുന്ന ഭയങ്കര പ്രശ്നമാണ്. പോവാണ്ടിരിക്കണ പ്രശ്നമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇതാണ് പോട്ടെ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി 46 ഇപ്പോൾ 40 ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഞാൻ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. ഇതിപ്പോൾ ലാവെൻഡർ ആണ് ഷെയ്ഡ്. ഇതിപ്പോൾ ഏതാ കളറെന്ന് ചോദിച്ചാൽ എല്ലാ കളറും നല്ലതാണ്. നിങ്ങൾ എന്താ വേണ്ടത്? 42ൻ്റെയും എല്ലാ കളറും ഓപ്റ്റ് ചെയ്തോളൂ, എല്ലാ കളറും. അതുപോലെ 44ൻ്റെ എല്ലാ കളറും ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ കിട്ടും. കാരണം 3 കളേഴ്സേ നമ്മുടെ കയ്യിലുള്ളൂ. ഫസ്റ്റ് കാണിച്ച പിങ്ക് ആണെങ്കിൽ 40 ആണ് കേട്ടോ. 40ക്ക് ആ ഒരൊറ്റ കളറേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. വേറൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.